എൻ്റെ മകനാണ് ഹാരോൺ. അവന് പല്ലിന് കുറച്ച് കേടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെന്റൽ കൺസൾട്ടേഷൻ ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ മലങ്കര മിഷൻ ഹോസ്പിറ്റൽ, കുന്നംകുളത്തുള്ള മലങ്കര മിഷൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ അവനൊരു 6-7 പല്ല് ചെയ്യാനുണ്ടായിരുന്നു. അത് കാരണമാണ് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നത്. അതായത് അണ്ടർ അനസ്തേഷ്യയിൽ ചെയ്യാൻ ഞങ്ങൾ അവിടേക്ക് പോയത്. 7-ാം തീയതി 6 മണിക്ക് ഉണ്ണിനെ സർജറിക്ക് കയറ്റി. 8 കൂടി സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പുറത്ത് പോയി. 9 കൂടിയിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലോട്ട് മാറ്റി. അതിനുശേഷം ഒരു 11 കാലൊക്കെ ആയപ്പോൾ ആ വാർഡിന് മുമ്പിൽ കുറേ നഴ്സുമാർ അതിൻ്റെ ഉള്ളിലേക്ക് ഓടുന്നതും പുറത്തേക്ക് ഓടി സാധനങ്ങൾ കൊണ്ടുപോകുന്നതും ഡോക്ടർമാരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നതൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലോട്ട് കയറി നോക്കിയപ്പോഴാണ് ഉണ്ണി എനിക്ക് ഇങ്ങനെ CPR ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കണ്ടീഷൻ പറയാൻ പുറത്തുനിന്ന് പറഞ്ഞു ഫുഡ് ആസ്പിറേറ്റ് ചെയ്തേക്കാണ്, അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 90% പോയി, ഹാർട്ട് ബീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാനാവില്ലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഷോക്കായി. കാരണം ഒരു ചെറിയൊരു സർജറിക്ക് വേണ്ടി അന്നത്തെ ഡിസ്ചാർജ് ആയി പോയാൽ രീതിയിലായിരുന്നു വന്നത്. എന്നിട്ടാണ് ഇങ്ങനെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ണി പോയി എന്ന് ഞങ്ങൾ അറിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അന്ന് പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിന്റെ റിപ്പോർട്ട് 22-ാം തീയതി ഇതിലെ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് രക്തം കയറിയെന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. പക്ഷേ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതും എന്തുകൊണ്ടാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഹോസ്പിറ്റൽ ഞങ്ങൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞത് ഹൃദയാഘാതം എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു തലേദിവസം കഴിച്ച ഫുഡ് ആസ്പിറേറ്റ് ചെയ്ത് പോയതാണ് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ ബ്ലീഡിംഗ് ഉണ്ടായി. അങ്ങനെ കുറേ പല കാരണങ്ങളാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്താൽ അതിന്റെ കാരണമാണ്. അത് കാരണം ഞാൻ കൂടുതൽ സംശയം. തലേദിവസം വരെ അവിടെ ഓടിക്കാൻ അവിടെ സ്റ്റാഫ്മാരൊക്കെ കണ്ടിട്ട് കുട്ടിങ്ങനെ ഓടിച്ചാൽ നടക്കരുതേ. എന്നിട്ടാണ് കൊണ്ടുപോയി കൊടുത്തു പോലെ അവിടെ പോയിട്ട് ഇത്രയും ആശുപത്രി സെറ്റിംഗ്സിനായിട്ട് പോലും രക്ഷിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ആശുപത്രി അധികൃതരുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് കാരണം കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ. എന്താല്ലേ, ഒരു മനുഷ്യന് അസുഖം വന്നാൽ അവൻ ആദ്യം അഭയം തേടുന്നത് ആശുപത്രിയാണ്. ഒരുപാട് വിശ്വാസത്തോടെ ആയിരിക്കും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അവിടെ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇവിടെ പല്ലുവേദന അല്ലെങ്കിൽ പല്ലിന് ട്രീറ്റ്മെന്റിന് വേണ്ടി, സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തതാണ്. അവരുടെ ചികിത്സാ പിഴവ് മൂലം ആ കുഞ്ഞിന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. കേസ് എടുത്തു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മേൽ തുടർന്ന് ആക്ഷൻ ഒന്നും കണ്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. ഇവിടെ ഒരു നിയമമുണ്ടോ? ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടോ? എന്തുകൊണ്ട് ഇത്തരം കേസുകൾക്ക് ആരോഗ്യമന്ത്രി പോലുള്ള ആൾക്കാർ ഇടപെട്ട് തീരുമാനമാക്കുന്നില്ല? ആ പിഴവ് വന്ന ഡോക്ടറെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? അല്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ഇത് ഒരുപാട് പേരിലേക്ക് എത്തിയ വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെയോ മിനിഞ്ഞാന്നോ സംഭവിച്ചൊരു കാര്യമാണ്. ഇന്നാണ് വാർത്തയായിട്ടുള്ളത്. കേസ് എടുത്തു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന് മേൽ നടപടികളിലേക്കൊന്നും പോയിട്ടുമില്ല. എന്ത് വിശ്വസിച്ച് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യും? ഏത് ആശുപത്രിയെ വിശ്വസിക്കാൻ പറ്റും? ഇതുപോലെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ടാവാം പല ഹോസ്പിറ്റലുകളിൽ. അതിൽ എത്ര എണ്ണം പുറത്തു വരുന്നു? ഇതിപ്പോൾ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അവരുടെ 3 വയസ്സുള്ള മകനെയാണ്. ഒറ്റ മകനാണുള്ളത്, ഒരേ ഒരു മകനാണുള്ളത്. എങ്ങനെ അവർ സഹിക്കും? അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? മക്കളെ സ്നേഹിക്കുന്ന ഒരു പാരൻസിനും സഹിക്കാൻ പറ്റില്ല. നടപടി ഉണ്ടായേ പറ്റൂ. ഗവൺമെന്റ് അതിനെതിരെ നടപടി എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നടപടി എടുത്തേ പറ്റൂ. അപ്പോൾ ചോദിക്കും, നടപടി എടുത്തു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കും. കിട്ടില്ല. പക്ഷേ ഇതുപോലെ ഇനി ആവർത്തിക്കാതിരിക്കാൻ അതൊരു പാഠമാവും. തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിയമത്തിനകത്ത് ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും ഊരി വരാനായിട്ട്. നമ്മുടെ നാട്ടിലെ നിയമത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല. അതിനനുസരിച്ച് ചിലവാക്കാൻ കാശ് വേണം. കാശുകാർക്കാണെങ്കിൽ നിയമമൊക്കെ അവർക്കനുസരിച്ച് മാറും. കൂടുതലൊന്നും പറയാനില്ല. അവരാഗ്രഹിക്കുന്ന നീതി അവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.